രണ്ട്, എളിമയുള്ള വ്യക്തിയാണ്, എളിമപ്പെടുകയാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ 8 നൊവേന ചൊല്ലി, ഞാൻ 10 കുർബാന കണ്ടു, 33 വചനം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ കുറേ വ്യക്തിയാണ് എന്നൊന്നും പറഞ്ഞ് നടക്കണില്ല. എനിക്ക് കൃപയുണ്ട് എന്നൊന്നും ആ കാനാൻകാരി പറഞ്ഞു നടക്കണില്ല. എളിമപ്പെടുകയാണ്. ആ യേശുവിൻ്റെ മുമ്പിലും ശിഷ്യന്മാരുടെ മുമ്പിലും അങ്ങോട്ട് എളിമയുള്ള വ്യക്തിയായിട്ട് മാറുക. അത്രയും താഴ്മയുള്ളവനായിട്ട്. വേറെ ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ കുഞ്ഞ് സുഖപ്പെടുന്നത് മാത്രമേ കാനാൻകാരി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുവേണ്ടി സ്വയം ഇല്ലാതാവുക, സ്വയം ശൂന്യവൽക്കരിക്കപ്പെടുകയാണ്. ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് വീമ്പ് പറഞ്ഞില്ല, ഞാനത് ചെയ്തില്ലേ, ഇത് ചെയ്തില്ലേ. നമ്മളൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് വീമ്പ് പറയുന്ന വ്യക്തിയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും കുറച്ച് വചനങ്ങൾ പഠിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ഉള്ളിൽ കയറും കുറച്ച് അഹങ്കാരം. ഞാൻ അതുണ്ട്, ഇതുണ്ട്, എനിക്ക് അങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കുറച്ച് അഹങ്കാരം നമ്മുടെ ഉള്ളിൽ കയറും. ഞാൻ കൃത്യമായിട്ട് പ്രാർത്ഥനയൊക്കെ ചെല്ലുന്നതാണ്, ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളാണ് എന്ന് നമ്മൾ ചിന്ത നമ്മൾക്ക് മാത്രമേ ഉള്ളൂ. ദൈവത്തിനുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് എളിമയുള്ള വ്യക്തിയായിട്ട്. മൂന്നാമതായിട്ട് വിശ്വാസം. 100% വിശ്വാസമാണ് ഈ കാനാൻകാരിക്കുണ്ടായത്. അവിടെ വേറെ വെള്ളം ചേർക്കുകയോ കളങ്കമോ ഒന്നുമില്ല, 100%. അതുകൊണ്ടാണ് ആ നാവിൽ നിന്ന് പറഞ്ഞത്, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് നിനക്ക് സംഭവിക്കട്ടെ. വേറെ ആരുമല്ല പറഞ്ഞത്, യേശുവാ കാനാൻകാരിയോട് പറയുന്നത്. ഇതിനേക്കാളും വലിയ ഒരു അപൂർവൽ വേറെ എവിടെ നിന്ന് കിട്ടുക? ദൈവമാണ് കാനാൻകാരിയോട് പറഞ്ഞത്, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. ദൈവം നമ്മളോട് ഓരോരുത്തരോടും പറയാൻ പറ്റുമോ? നമ്മുടെ വിശ്വാസം കണ്ടത്, നിന്റെ വിശ്വാസം വലുതാണ്. നമ്മൾക്ക് കുറച്ച് വിശ്വാസം വരാം, എന്നാൽ 100% നമുക്ക് വിശ്വാസം പോയി നമ്മൾ ചിന്തിച്ചു നോക്കി. വിശ്വാസം വളരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ ജീവിതത്തിൽ കാനാൻകാരി പഠിപ്പിച്ച ഈ 3 കാര്യങ്ങൾ നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ തകർന്നു വീഴും, തളർന്നു പോകും. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് കിട്ടിയില്ല എന്ന് ദൈവത്തിൽ നിന്ന് അകന്നു പോകും. ഈ 3 കാര്യങ്ങൾ കൂടെ ഉണ്ടാകട്ടെ. പ്രാർത്ഥിക്കാം.